നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ സർക്കാരിന്റെ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആലപ്പുഴയിൽ മർദ്ദിച്ച കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ജീവനക്കാരുൾപ്പെടെ 5 പേരെ പ്രതികളാക്കി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ കോടതി നിലപാടാണ് ഈ കേസിലേറെ നിർണായകമാകുന്നത്. ഏറെ വിവാദമായിരുന്നായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സേനയിൽ ഉണ്ടായിരുന്ന സന്ദീപും അനിൽകുമാറും ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് മുമ്പാകെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുകയെന്ന ജോലിയാണ് ചെയ്തത്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ജോലി പ്രശ്നമാകുമായിരുന്നുവെന്നും അഡ്വക്കേറ്റ് B. ശിവദാസ് മുഖേന നൽകിയ ഹർജിയിൽ പറയുന്നു. അറസ്റ്റിലായി 48 മണിക്കൂർ റിമാൻഡിലായാൽ ജോലി നഷ്ടപ്പെടുമെന്നും ഹർജിയിലുണ്ട്. ഇത് 26-ന് പരിഗണിക്കും. കോടതിയുടെ വിധി നിർണായകമാകും. ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ എതിർക്കും. അതിനിടെ അച്ചടക്ക നടപടി തുടങ്ങാനും സാധ്യതയുണ്ട്. ഇവരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുണ്ട്. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ സന്ദീപ്, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി പോയ പോലീസുകാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെ പ്രതികളാക്കിയാണ് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ആദ്യം സന്ദീപിനും അനിൽകുമാറിനും എതിരെയായിരുന്നു കേസ്. പുതുതായി 3 പേരെ കൂടി പ്രതി ചേർത്തു. അംഗരക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചട്ടവിരുദ്ധ പെരുമാറ്റമുണ്ടായെന്നും ഇത് വലിയ വീഴ്ചയാണെന്നും ഇവർക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്നുമുള്ള ശുപാർശയും റിപ്പോർട്ടിലുണ്ടെന്ന് അറിയുന്നു. നവകേരള സദസ്സിന്റെ ബസ് കടന്നുപോയപ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ച നേതാക്കളെ ലോക്കൽ പോലീസിന്റെ മുന്നിൽ വെച്ചാണ് മർദ്ദിച്ചത്. ബസ്സിന് പിന്നാലെ വന്ന കാറിൽ നിന്ന് ചാടിയിറങ്ങിയ സുരക്ഷാ ജീവനക്കാർ ഇവരെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർക്ക് നിയന്ത്രിക്കാവുന്ന തരത്തിലായിരുന്നു പ്രതിഷേധം. എന്നിട്ടും അവരെ മറികടന്ന് മർദ്ദിക്കുകയായിരുന്നു. ഇത് പോലീസിന് അവമതിപ്പുണ്ടാക്കുന്നതും നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നും SIT വിലയിരുത്തി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടി ഉടൻ ഉണ്ടാകും. അടുത്ത ദിവസം DGPക്കും റിപ്പോർട്ട് നൽകും. ആഭ്യന്തര വകുപ്പാകും അതിൽ നടപടിയെടുക്കുക. 2023 ഡിസംബർ 15-നായിരുന്നു സംഭവം. ആലപ്പുഴ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. UDF സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് കേസ് പുനരന്വേഷിക്കാൻ തീരുമാനിച്ചത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സംഘം സാക്ഷികളുടെയും ഇരകളുടെയും മൊഴിയെടുക്കുകയും തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. AD തോമസ്, അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴി ശനിയാഴ്ച രേഖപ്പെടുത്തി. അക്രമ ദൃശ്യങ്ങൾ പകർത്തിയ ജയ്ഹിന്ദ് TV ക്യാമറാമാന്റെ മൊഴിയും രേഖപ്പെടുത്തി. ആദ്യം കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. അജിത് കുമാറിനെതിരായ നിഗമനവും പോലീസ് മേധാവിക്ക് പ്രത്യേക അന്വേഷണ സംഘം കൈമാറും. ആദ്യഘട്ടത്തിൽ സന്ദീപിനും അനിൽകുമാറിനുമെതിരെ മാത്രമായി ഒതുക്കി തീർത്ത കേസാണ് ഇപ്പോൾ കൂടുതൽ വ്യാപ്തി കൈവന്നിരിക്കുന്നത്. പ്രതികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ ചട്ടലംഘനവും പെരുമാറ്റ ദൂഷ്യവും ഉണ്ടായതായും ഇവർക്കെതിരെ ഉടനടി മാതൃകാപരമായ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ശക്തമായി ശുപാർശ ചെയ്യുന്നുണ്ട്. അന്ന് മർദ്ദനമേറ്റ ഇരകളുടെ ഇന്നത്തെ രാഷ്ട്രീയ പദവികൾ ഈ കേസിന് കൂടുതൽ ഗൗരവമേറിയ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നുണ്ട്. അന്ന് ക്രൂരമായ മർദ്ദനത്തിനിരയായ KSU ജില്ലാ പ്രസിഡന്റായിരുന്ന AD തോമസ് ഇന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മർദ്ദനമേറ്റ മറ്റൊരു നേതാവായ അജയ് ജുവൽ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. MLA ഉൾപ്പെടെയുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് മർദ്ദനമേറ്റ കേസ് എന്ന നിലയിൽ നിലവിലെ UDF സർക്കാർ ഇതിന് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത് പുനരന്വേഷിക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ടാണ്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ശനിയാഴ്ച AD തോമസ് MLAയുടെയും അജയ് ജുവലിന്റെയും മൊഴികൾ വിശദമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. അക്രമത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ പകർത്തിയ ജയ്ഹിന്ദ് TV ക്യാമറാമാന്റെ മൊഴിയും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്.
കേസിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ആദ്യഘട്ടത്തിൽ നടന്ന പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത തലത്തിൽ വലിയ ഗൂഢാലോചന നടന്നു എന്നതാണ്. അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറാണ് ഈ അട്ടിമറിക്ക് പിന്നിലെ പ്രധാന സൂത്രധാരനെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. സുരക്ഷാ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനായി തെളിവുകൾ നശിപ്പിക്കാനും മൊഴികൾ അട്ടിമറിക്കാനും ഉന്നത പോലീസ് ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശങ്ങൾ പോയതായാണ് സൂചന. കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ലോക്കൽ പോലീസിന്റെ വലയത്തിലിരിക്കെയാണ് AD തോമസ് അടക്കമുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഗൺമാനും മറ്റു പോലീസുകാരും ലാത്തി കൊണ്ട് തലയ്ക്കടിച്ചതെന്നും SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്താൻ സാധ്യതയേറുന്നത്. മർദ്ദനമേറ്റ് AD തോമസ്, അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴി SIT കഴിഞ്ഞ ദിവസം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോഗ്രാഫറുടെയും മൊഴി രേഖപ്പെടുത്തിയ SIT സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ ദൃശ്യങ്ങളും പരിശോധിച്ചു. അതിനിടെ പ്രതികളായ ഗൺമാൻ അനിൽ കല്ലിയൂർ, പോലീസുകാരൻ സന്ദീപ് എന്നിവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആലപ്പുഴയിലെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മറ്റു 3 പ്രതികൾ കൂടി നാളെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കുരുക്ക് മുറുകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഏതായാലും കർശനമായിട്ടുള്ള നടപടി തന്നെയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭരണത്തിലേറി ആദ്യ ആഴ്ച തന്നെ അതിനെ ഏറ്റവും മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ഇതിനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കാലവും പിണറായി സർക്കാർ തന്നെ ഭരിക്കുമെന്ന് കരുതിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹുങ്ക് കൊണ്ട് തന്നെയായിരിക്കാം അന്ന് സമാധാനപരമായിട്ട് പ്രതിഷേധിച്ചിട്ടുള്ള ഈ യുവാക്കളെ ഒരു തരത്തിലും ദയയില്ലാതെ ക്രൂരമായി തല്ലിച്ചതച്ച കാഴ്ച കേരളം കാണേണ്ടി വന്നത്. ഏതായാലും കൃത്യമായിട്ട് ഇനി കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്നുള്ളതും ഏറെ നിർണായകമാകും.